നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അന്തരിച്ച നടൻ കലാഭവൻ നവാസിന്റെ മൃതദേഹം അല്പം മുമ്പ് ആലുവ ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഖബറടക്കം അല്പസമയത്തിനകം നടക്കും. ദീർഘകാലം നമ്മളെ ചിന്തിപ്പിച്ച, ചിരിപ്പിച്ച, പാട്ടുപാടി ആസ്വദിപ്പിച്ച കലാകാരനാണ് മറയുന്നത്. നിരവധി ഒപ്പം പ്രവർത്തിച്ച കലാകാരന്മാരുടെ പ്രതികരണമൊക്കെ രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, സംസ്കാരം എപ്പോൾ അല്പസമയത്തിനകം നടക്കും എന്നാണ് വിഷ്ണു നൽകുന്ന വിവരം. ഏതൊക്കെ സിനിമയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്? ആരതീശ വലിയൊരു നിര തന്നെ ആലുവ ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിയിട്ടുണ്ട്. അധികം പേരും, ഭൂരിഭാഗം പേരും ഇപ്പോൾ ടൗൺ ജുമാ മസ്ജിദിലെത്തി ആദരവർപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അത്തരത്തിൽ വലിയൊരു ജനക്കൂട്ടം എന്ന് തന്നെ പറയാം. നൂറുകണക്കിന് ആളുകളാണ് സിനിമാ രംഗത്തു നിന്നും മറ്റു പൊതുയിടങ്ങളിൽ നിന്നുമുള്ള നിരവധി പേർ ഇപ്പോൾ ആലുവ ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിയിട്ടുണ്ട്. 4 മണിയോടുകൂടിയാണ് മൃതദേഹം വീട്ടിൽ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി ഇപ്പോൾ ടൗൺ ജുമാ മസ്ജിദിൽ എത്തിച്ചത്. അവിടെയും ഒരു മണിക്കൂറോളം 5 മണി വരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ടൗൺ ജുമാ മസ്ജിദിൽ തന്നെയാണ് ഖബറും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ 5:30 മറ്റു കർമ്മങ്ങളും അതിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി 5:30 ഖബറടക്കം എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും നൂറുകണക്കിന് ആളുകൾ, രമേശ് പിഷാരടി, അതുപോലെ മഹേഷ്, മിമിക്രി താരമായിട്ടുള്ള മഹേഷ്, കലാഭവൻ, പ്രചോദ്, കോട്ടയം നസീർ തുടങ്ങി നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. നേരത്തെ ദീപക് പറമ്പോലടക്കമുള്ള ഈ പല തലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. സായികുമാർ, ബിന്ദു പണിക്കർ തുടങ്ങിയ മുതിർന്ന താരങ്ങളും ഈ ടൗൺ ജുമാ മസ്ജിദിൽ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും വരി നിൽക്കുന്നുണ്ട്. ചെറിയ പരിമിതിയുള്ള ഒരു സ്ഥലപരിമിതിയുള്ള സ്ഥലമാണ് ഈ ആലുവ ടൗൺ ജുമാ മസ്ജിദ്. അതിൻ്റെ വരാന്തയിലാണ്, ഇതിനോട് ചേർന്നുള്ളൊരു ചെറിയ സ്പേസിലാണ് ഇപ്പോൾ ഈ മൃതദേഹം വെച്ചിട്ടുള്ളത്. ആളുകൾക്ക് കണ്ട് അവസാനമായി നവാസിനെ കണ്ടുപോകാനായിട്ടുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ, ഇന്നലെ തന്നെ നിരവധി ആളുകൾ ആ ആശുപത്രി പരിസരങ്ങളിലും ഇന്നും മോർച്ചറിയുടെ വാതിക്കലെല്ലാം നിരവധി ആളുകൾ എത്തിയിരുന്നു. ഇപ്പോൾ നവാസ് അവസാനമായി അദ്ദേഹം ജോലി ചെയ്ത പ്രകമ്പനം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുള്ളവരും അത്തരത്തിലുള്ള വലിയൊരു ആളുകൾ എത്തിയിരുന്നു. ഇപ്പോൾ അവരെല്ലാം അവസാനമായി ഒരു നിമിഷം കൂടി നവാസിനെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഖബറിലോട്ട് മടങ്ങുന്നതിന് മുൻപായി ഒരു നോക്ക് കണ്ട് ആ ഒരു മുഖം മനസ്സിൽ പതിപ്പിക്കാനെന്ന ഒരു ആഗ്രഹത്തിൽ നിരവധി പേർ, അത് സാംസ്കാരിക രംഗത്ത് നിന്നുള്ള നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. വീട്ടിലും അടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമായിട്ടുള്ള തരത്തിലൊരു പൊതുദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടേക്കും കളമശ്ശേരി MLAയും മന്ത്രി കൂടിയായിട്ടുള്ള P. രാജീവ്, അതുപോലെ എറണാകുളം MP ഹൈബി ഈഡൻ, ഉമാ തോമസ് തുടങ്ങിയ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും അവിടെ നേരിട്ട് തന്നെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 12:30 ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. മൃതദേഹം പിന്നീട് അവരുടെ മതാചാരപരമായ കുറച്ച് കർമ്മങ്ങൾക്ക് ശേഷം ഒരു 2 മണിയോടുകൂടി മൃതദേഹം നവാസിൻ്റെ ആലുവയിലുള്ള വസതിയിലെത്തിച്ചു. അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി 5 മണിയോടെയാണ് ഇപ്പോൾ ആലുവ ടൗൺ ഹാളിൽ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് എത്തിയിട്ടുള്ളത്. എന്തായാലും 1 മണിക്കൂറോളം ഇവിടുത്തെ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്ക് വരുന്നവർക്കെല്ലാം കാണുന്നതിന് വേണ്ട ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മിമിക്രിയിൽ നിന്ന് വളർന്നു വന്ന് മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തി സിനിമയിൽ വലിയ രീതിയിലുള്ള ആളുകളുടെ ജനപ്രീതി പിടിച്ചു പറ്റിയ ഒരു താരമാണ്. മിമിക്രിക്ക് പുറമെ സിനിമയിലും അതുപോലെ തന്നെ പാരഡി ഗാനങ്ങളിലൂടെ എല്ലാ സ്റ്റേജ് ഷോകളിലും എല്ലാം നിറഞ്ഞ ഒരു സാന്നിധ്യമായിരുന്നു. തുടക്കകാലം കലാഭവനിലായിരുന്നു മിമിക്രിയിൽ എത്തുന്നത്. 1990കളിൽ KS പ്രസാദിലൂടെ കലാഭവനിലെത്തി. അവിടെ നിന്നും പിന്നീട് 95ലാണ് ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. പിന്നീട് നിരവധിയായിട്ടുള്ള സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലാണെങ്കിൽ പോലും ആളുകളുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റുന്ന, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ എന്നും ഓർമ്മിക്കത്തക്ക കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നവാസ്. അദ്ദേഹം കുറച്ചു കാലം സിനിമയിൽ നിന്നും ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തില്ലെങ്കിൽ സിനിമകൾ കുറഞ്ഞൊരു സന്ദർഭത്തിൽ പോലും നവാസ് എന്ന ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മുഖം മലയാളികൾ മറന്നിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയ്ക്കും സ്വീകാരനായിട്ടുള്ള, നമ്മുടെ വീട്ടിൽ എല്ലാം ഉള്ള അത്തരമൊരു ബന്ധത്തിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു. വളരെ ലളിതമായിട്ടുള്ള സംസാരവും സരസമായിട്ടുള്ള സംസാരവും കോമഡിയെല്ലാം അത്ര സസൂക്ഷ്മം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കഴിവുള്ള ഒരു താരം തന്നെയായിരുന്നു. മിമിക്രിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുകരണങ്ങളെല്ലാം ഈ ആളുകളെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. ആദ്യകാലങ്ങളെല്ലാം 1-man ഷോ, അല്ലെങ്കിൽ നവാസ് ഒറ്റയ്ക്കുള്ളൊരു സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നെങ്കിൽ പിന്നീട് കൂട്ടമായിരുന്ന് വലിയ കലാഭവൻ. ശരിയാണ്, ദീർഘകാലം നമ്മളെ ചിരിപ്പിച്ചതാണ്. 90കളുടെ തുടക്കം മുതൽ
2000-ലുമൊക്കെ കാസറ്റുകളിലൂടെ, സ്റ്റേജ് പരിപാടികളിലൂടെ, മിമിക്രി വേദികളിലൂടെ, പാരഡി ഗാനങ്ങളിലൂടെ അങ്ങനെ നവാസ് നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം പിടിച്ചതാണ്, കേരളത്തിൻ്റെ ആകെ മനസ്സിൽ ഇടം പിടിച്ചതാണ്. പിന്നീട് വളരെ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ തന്നെ സിനിമയിൽ എത്തി. ആ വേഷങ്ങൾ നമ്മളെ ചിരിപ്പിച്ചതാണ്. മിമിക്രിയിലൂടെയും സിനിമയിലൂടെയും ഒക്കെ മലയാളികളുടെ വളരെ അടുത്ത സുഹൃത്തായി മാറിയ ഒരു കലാകാരൻ എന്ന നിലയിൽ തന്നെയാണ് കലാഭവൻ നവാസിനെ നമ്മളെല്ലാവരും കാണുന്നത്.